ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭഗവാന് ഇന്ന് നമുക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്നാണ്. ഹരേ കൃഷ്ണ. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം നേടാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത് ഇപ്പോൾ. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. നമ്മുടെ ഒരു കർമ്മ ഫിനിഷായി പുതിയൊരു സർക്കിൾ സ്റ്റാർട്ട് ആകുന്ന ഒരു ഡിവൈൻ ടൈം സ്റ്റാർട്ട് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്, ആ കാര്യത്തിന് വേണ്ടിയുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്. എൻ ഇത് നമ്മൾക്ക് തിരിച്ചറിയാൻ നമുക്കൊരു നോളജ് ഭഗവാന്റെ ഭാഗത്ത് നിന്ന്, നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുമ്പോൾ, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. വിശ്വസിക്കാതെ നമ്മൾ വീണ്ടും പേടിയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അത് ചെയ്താൽ നടക്കുമോ, അല്ലെങ്കിൽ അത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡന്റ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഭഗവാൻ ഏത് സമയവും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്യുക എന്നാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ അത് ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഏത് സമയവും, നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ വസിക്കുന്നത് അല്ലെ. ഭഗവാൻ വസിക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. അദ്ദേഹം നമ്മളെ വിട്ടിട്ട് ഒരു സ്ഥലത്തും പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഗൈഡൻസ് ആയാലും, നമ്മൾ ഏത് വഴി പോകണമെന്നായാലും എല്ലാം ഭഗവാൻ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മള് എല്ലാവരോടും എന്താണ് ഹ്യൂമാനിറ്റി കാണിക്കുക. ഏതൊരു വ്യക്തിയോടും, ഏതൊരു ജീവിയോടും, ഏതൊരു സാഹചര്യത്തോടും നമ്മൾ എന്തായിരിക്കണം, ദയാലുക്കളായിരിക്കണം. നമ്മൾ അവരെ എന്ത് ചെയ്യുക, സ്നേഹിക്കണം. നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾക്ക് ചെയ്യണം, അവർക്ക് ചെയ്യണം. നമ്മളാൽ പറ്റുന്ന എന്ത് കാര്യവും നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യണം. സ്നേഹമാണെങ്കിൽ സ്നേഹം, അല്ല പൈസയാണെങ്കിൽ പൈസ, അങ്ങനെയല്ല. നമുക്ക് എന്താണോ, നമുക്ക് നോളജ് ആണെങ്കിൽ അത്, എന്താണോ നമുക്കുള്ളത് നമ്മൾ അത് കൊടുക്കാൻ ശ്രമിക്കണം. ഭഗവാൻ അവിടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പേടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ആരാ കൂടെ ഉള്ളത്? ഭഗവാനാണ് കൂടെ ഉള്ളത്. ഈ ലോകത്തിന്റെ തന്നെ അധിപതിയായ നമ്മുടെ പരമാത്മാവ് ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? എന്തിനെയാണ് പേടിക്കേണ്ടത്? നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ ചെയ്യാനുള്ള കർമ്മം നമ്മൾ അത് ചെയ്യുക. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നാണ് പറയുന്നത്. സൈലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ, നമ്മൾ ചുമ്മാ സൈലന്റ് ആയിരിക്കുക നമ്മുടെ ഫോൾട്ട് ആണെന്നല്ല അതിന്റെ മീനിങ്. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടുണ്ടാക്കുന്നത് നമുക്ക് ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മൾ സൈലന്റ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഡൗൺലോഡ്സ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്നായാലും, നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഭാഗത്ത് നിന്നായാലും നമുക്കൊരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈലന്റ് ആയിട്ടിരിക്കണം. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾ കുറച്ചു നേരം നിങ്ങളെ തന്നെ തിരയുക. നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമം നടത്തുക. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നേടാൻ നിങ്ങൾ ശ്രമിക്കുക. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ദൈവത്തിന്റെ എല്ലാ സാന്നിധ്യവും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കഴിയുന്നത്ര ആളുകളെ സഹായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, അതായത് ഒരു സർക്കിൾ ഫിനിഷായി വേറൊരു സർക്കിളിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. എല്ലാം ഭഗവാന്റെ കാരുണ്യം പോലെ തന്നെ നടക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന തുടരുക. അപ്പോ ഹരേ കൃഷ്ണ. താങ്ക് യു മൈ വ്യൂവേഴ്സ്.